ഇന്ത്യൻ ടീമിൻ്റെ വാലറ്റം ഈ പ്രാവശ്യം ഒന്ന് പൊരുതി നോക്കി. പക്ഷേ എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതിലും വലിയൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഈ മത്സരം ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇൻ കേസ് അല്പം കൂടെ കളിച്ചാലും ചിലപ്പോൾ 1 റൺസിന് 5 റൺസിന് നമ്മൾ ഈ മത്സരം പരാജയപ്പെട്ടേനെ. നോക്കുവാണെങ്കിൽ അത്ര എളുപ്പമല്ല 10ാമത്തെ നമ്പരും 11ാമത്തെ നമ്പരും കൂടെ ചേർന്ന് ഒരു മത്സരം വിജയിപ്പിക്കുക എന്ന് വെച്ചാൽ. ക്രൂഷ്യലായ ഡേ 5 വളരെ ഡിഫിക്കൽട്ട് ആയുള്ള ഒരു കണ്ടീഷനിൽ ഈ ഒരു പെർഫോമൻസ് പോലും കാഴ്ചവെക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ നമ്മുടെ വാലറ്റം രവീന്ദ്ര ജഡേജയും സിറാജും ബുംറയും കൂടെ ചേർന്ന് കാഴ്ചവെച്ച ഒരു പ്രകടനം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഓർഡർ തല കുരിക്കണം, അവരെ പോയിട്ട് സല്യൂട്ട് ചെയ്യണം, അവരെ പോയി തൊഴണം. നിങ്ങൾക്ക് അവർ കാണിച്ചു തന്നു എങ്ങനെയാണ് പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കേണ്ടത്, എങ്ങനെയാണ് ഡിഫൻസ് ചെയ്യേണ്ടത്. ഞാൻ ബാറ്റും പൊക്കി പിടിച്ചുകൊണ്ടല്ല ഡിഫൻസ് ചെയ്യേണ്ടത്, ബാറ്റ് താഴ്ത്തി പിടിച്ചുകൊണ്ട് സിറാജ് ഡിഫെൻഡ് ചെയ്തതുപോലെ ബാക്ക് ഫുട്ടിലും ഫ്രണ്ട് ഫുട്ടിലും സിറാജ് കാണിച്ചു തന്നു നമ്മുടെ ടോപ്പ് ഓർഡർക്ക് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന്. ബുംറ വന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന്. രവീന്ദ്ര ജഡേജ നമുക്കറിയാം ഓൾറൗണ്ടറാണ്. രവീന്ദ്ര ജഡേജ വന്ന് സൂപ്പർ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പക്ഷേ 22 റൺസിന് നമ്മൾ ഈ മത്സരം പരാജയപ്പെടുന്നു. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ടോപ്പ് ഓർഡറിലെ ഈ മത്സരം ജയിക്കാമായിരുന്നു. 8 വരെ ബാറ്റിംഗ് ഉണ്ട്. എന്തിനാണെന്ന് നമുക്ക് 8 വരെ ബാറ്റിംഗ്? ഒരു 193 റൺസ് ചേസ് ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ നമുക്ക് എന്തിനാണ് 8 വരെ ബാറ്റിംഗ്? ഒരാവശ്യത്തിന് ഇവരൊന്നും ഉപകാരപ്പെടുത്തില്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ ബാറ്റിംഗ്? എന്നാൽ രവീന്ദ്ര ജഡേജ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്രകടനം. തൻ്റെ എക്സ്പീരിയൻസ് മൊത്തം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചു. ഇംഗ്ലണ്ടുകാർ പഠിച്ച പണി 18 നോക്കി കിടന്നെടുക്കാൻ അനങ്ങിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാ സോളിഡ് ഡിഫൻസ് ആയിരുന്നു തന്നെ. അവിടെ ആരാച്ചാരുണ്ടായിരുന്നു. ആരാച്ചാർ പഠിച്ച പണി നോക്കി വിക്കറ്റ് എടുക്കാൻ. ആരാച്ചാർ എക്സ്പേർട്ടാണ് ലെഫ്റ്റ് ഹാൻഡർമാരെ എടുക്കാൻ. ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ വളരെ എഫക്റ്റീവാണ് ജോഫ് ആർച്ചർ. ജോഫ് ആർച്ചറിൻ്റെ ഒരു ഇൻസിംഗ് ഡെലിവറി ലേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ലെഫ്റ്റ് ഹാൻഡർക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മളവിടെ കണ്ടു പന്തിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് നമ്മളവിടെ കണ്ടു ജഷ്വാളിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് നമ്മളവിടെ കണ്ടു സുന്ദറിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. സോ വളരെ എഫക്റ്റീവാണ് ജോഫ് ആർച്ചർ ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ. റെക്കോർഡ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് റെക്കോർഡ് ജോഫ് ആർച്ചറിൻ്റെ. അവിടെ വന്നിട്ട് എന്നാ മനോഹരമായിട്ടാണ് ഡിഫെൻഡ് ചെയ്തത്. അടുപ്പിച്ച് 4ാമത്തെ മത്സരത്തിലെ ബാക്ക് ടു ബാക്ക് 50 എടുക്കുന്നത്. ഇങ്ങനെ 200 രവീന്ദ്ര ജഡേജയ്ക്ക് എടുക്കാമായിരുന്നു. അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് കളിച്ചത്. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു രവീന്ദ്ര ജഡേജ. പിന്നെ ബുംറയുടെയും സിറാജിൻ്റെയും ബാറ്റിംഗ്. ബുംറ കളിച്ചത് 50 ബോളാണ്, സിറാജ് കളിച്ചത് 30 ബോൾ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ വന്ന് കളിച്ചത് കേവലം 9 ബോൾ. നമ്മുടെ ഓപ്പണർ ജഷ്വാൾ അഗ്രസീവ് ക്രിക്കറ്റർ, ഡേഞ്ചർ ക്രിക്കറ്റർ കളിച്ചത് കേവലം 7 ബോളാണ്. ബുംറ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നു. ബുംറ വന്ന് 5 വിക്കറ്റ് എടുക്കുന്നു. ബുംറ പറയാം ഇനി ബാറ്റിംഗ് വേണമെങ്കിൽ ബാറ്റിംഗ് കൂടെ ചെയ്തു തരാം. സിറാജ് വന്ന് വിക്കറ്റ് എടുക്കുന്നു. സിറാജ് പറയാം ഞാൻ ബാറ്റിംഗ് കൂടെ ചെയ്തു തരാം. കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൻ്റെ കാര്യം. 8 വരെ ബാറ്റിംഗ് ഉണ്ടായിട്ട് നമുക്ക് ഈ 193 റൺസ് ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം. ഈ ക്രെഡിറ്റ് ഈ മത്സരം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഈ 3 പേരാണ്. ക്രെഡിറ്റ് പോകേണ്ട ഇവർക്കാണ്. ജയിച്ചപ്പോൾ ക്രെഡിറ്റ് കിട്ടിയത് ഗില്ലിനും ജിജിക്കും കൂടാണ്. ഈ തോൽവിയുടെ ക്രെഡിറ്റും നിങ്ങൾ ഏറ്റെടുക്കണം. പിന്നെ ശുഭ്മൻ ഗിൽ ക്യാപ്റ്റൻസി സൂപ്പറായിട്ട് ചെയ്തു, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് ക്യാപ്റ്റൻസി ചെയ്തു. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ കാരണവന്മാരൊരു കാര്യം ഞങ്ങളോട് പറയാറുണ്ട്, എടുക്കാൻ വയ്യാത്ത വയ്യാവലി എടുത്ത് തോളത്ത് വെക്കരുതെന്ന്. ശുഭ്മൻ ഗിൽ ഒരു വയ്യാവലി എടുത്ത് തോളത്ത് വെച്ചു. ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു. ജാക്ക് ടോളിയും ബെൻ ഡക്കറ്റും കാഴ്ചവെച്ചത് മോശം. 2 ഓവർ നമുക്ക് അവിടെ എറിയാമായിരുന്നു. പക്ഷേ അവർ കളിച്ച് സമയം ലേറ്റാക്കി ഓരോ ഓവർ എറിയാൻ കഴിഞ്ഞുള്ളൂ. നമുക്ക് അവിടെ ഒരു വിക്കറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ശുഭ്മൻ ഗിൽ അവിടെ റിയാക്ട് ചെയ്തു. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് മാത്രമല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ക്യാപ്റ്റൻസി സൂപ്പറായിരുന്നു, ബോളിംഗ് റൊട്ടേഷൻ സൂപ്പറായിരുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ബാറ്റിൽ എന്തുകൊണ്ടാണ് പെർഫോമൻസ് ചെയ്യാൻ കഴിയാതെ പോയത്? ഇത് മാത്രമായി ഒതുങ്ങിപ്പോയത് എന്താ? ഇതിന് പുലിയായിരുന്നല്ലോ, ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ എലിയായിട്ട് കണ്ട ഡ്രസ്സിംഗ് റൂമിൽ പോയി ഒതുങ്ങിയിരിക്കുന്നുണ്ടല്ലോ, വാലറ്റം ജയിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട്. എന്തേ പെർഫോമൻസ് ചെയ്യാൻ കഴിയാതെ പോയി ഗില്ല് ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഗില്ല് ബാറ്റ് ചെയ്യാൻ വരുന്നത്. ഗില്ലിൻ്റെ സ്റ്റൈലിലല്ല ഗില്ല് കളിച്ചത്. 2ാമത്തെ ഇന്നിങ്സിൽ വരുന്നു, അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്നു. 2020 പോലും ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ശുഭ്മൻ ഗില്ല് പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോഴത്തേന് എന്തുകൊണ്ടാണ് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാൻ പോയത്? കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? അത് പേടിച്ച് പോയതാണോ? എല്ലാവരും പറയുന്നത് ഗില്ല് ഫ്ലാറ്റ് പിച്ചിൻ്റെ ബുള്ളിയാണെന്നാണ് പറയുന്നത്. ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ തെറ്റ് പറയാൻ പറ്റുമോ? 600 പരം റൺസ് എടുത്ത ഗില്ലിന് 2ാമത്തെ ഇന്നിങ്സിൽ ആസ് എ ക്യാപ്റ്റൻ 100 റൺസ് ഒന്നും വേണ്ടായിരുന്നെങ്കിലേ ഒരു 40+ റൺസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മത്സരം നമ്മൾ ജയിച്ചേനെ കേട്ടോ. 2-1 പോകാമായിരുന്നു അടുത്ത മത്സരത്തിലോട്ട്. ഗില്ലിന് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഗില്ലിൻ്റെ സോളിഡ് ഡിഫൻസ് അവിടെ പോയായിരുന്നു ഗില്ലെ. നമ്മുടെ ടീമിൽ സോളിഡ് ഡിഫൻസ് കളിക്കുന്നത് ശുഭ്മാൻ ഗില്ലും KL രാഹുലേ ഉള്ളൂ. ഇംഗ്ലണ്ടിനെ കാട്ടി സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യും നമ്മുടെ പിള്ളേർ. ഈ 2 പേരും ഇത്ര നല്ലതായിട്ട് ഡിഫെൻഡ് ചെയ്ത 2 പ്ലേയേഴ്സ് ഇല്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇവർ നോക്കുവാണെങ്കിൽ സൂപ്പറുമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ശുഭ്മൻ ഗില്ലിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ഇന്നിങ്സ് കളിച്ചില്ല, പോട്ടെ സാരമില്ല. 2ാമത്തെ ഇന്നിങ്സിൽ ശുഭ്മൻ ഗില്ലെ ഒരു 30 റൺസ് അല്ലെങ്കിൽ ഒരു 40 റൺസ് എങ്കിലും എടുക്കണമായിരുന്നു. എന്നാൽ കളി വേറെ ആയി പോകാൻ കേട്ടോ. നിൻ്റെ ക്യാപ്റ്റൻസി ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ബാറ്റ് കൊണ്ട് നീ പെർഫോമൻസ് ചെയ്തില്ല. BGTയിൽ സംഭവിച്ചത് നമുക്ക് അവിടെ ഇത് കൂടിപ്പോയി. സാം കോൺസ്റ്റാസുമായിട്ടൊക്കെ നമുക്ക് കൂടുതലായിരുന്നു, പക്ഷേ നമുക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ബാറ്റിംഗ് പെർഫോമൻസ് മോശമായിരുന്നു.
ഇത് കൂടി പോയി ബാറ്റ് ചെയ്യാൻ മറന്നുപോയി ശുഭ്മാൻ ഗിൽ. ബെൻ സ്റ്റോക്കിലോട്ട് വന്നേ. ബെൻ സ്റ്റോക്ക് എന്നാ സൂപ്പറായിട്ടാണ് കളിക്കുന്നത്. ബെൻ സ്റ്റോക്കിന് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് ഇല്ലയോ? ബെൻ സ്റ്റോക്ക് IPL കളിക്കുന്നില്ല, വേറെ ഒരു ലീഗിലും പോയി കളിക്കുന്നില്ല, ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, തൻ്റെ രാജ്യത്തെ ജയിപ്പിക്കാൻ വേണ്ടി പോകുന്നു. നമുക്കാണല്ലോ വർക്ക് ലോഡ്. ഞാൻ ആലോചിക്കുമായിരുന്നു, ജോസ് റൂട്ട് അവിടെ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനെ ബുംറ 5 ഓവർ എറിഞ്ഞു. ബുംറ അവിടെ മാറ്റുന്നു, ജോസ് റൂട്ട് അവിടെ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യുന്നു. ജോസ് റൂട്ടിന് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബോളറാണ് ബുംറ. എന്നാൽ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് ബുംറയ്ക്ക് വരുന്നു. ഒരു 2 ഓവറും കൂടെ എറിയിപ്പിച്ചുകൊണ്ടായിരുന്നു ബുംറയെ. ജോസ് റൂട്ട് അവിടെ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് ബുംറയെ വർക്ക് ലോഡ് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നു. ബെൻ സ്റ്റോക്ക് വന്നിട്ട് കണ്ടിന്യൂസ് 9 ഓവർ എറിയുന്നു. 34 വയസ്സുള്ള ബെൻ സ്റ്റോക്ക് എറിയുന്നത് 9 ഓവർ കണ്ടിന്യൂസ്. ആദ്യത്തെ സ്പെല്ല്. രണ്ടാമത്തെ സ്പെല്ല് ഐ തിങ്ക് 7 ഓവറാണെന്ന് തോന്നുന്നു, കണ്ടിന്യൂസ് വന്ന് എറിയുന്നു. അവിടെ ജോഫാർസിൻ്റെ അടുത്ത് പറയും, നീ അവിടെ നിൽക്കി, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്യുന്നു. ഒരു ആവറേജ് എടുത്തോളൂ. വലിയ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ട് വന്ന് 200 100 ഒന്നും എടുത്തില്ല. എന്നാലും ഒരു ആവറേജ് 30-35 പ്ലസ് സ്കോർ എടുക്കുന്നു. ടീമിനെ വിജയിക്കാനായി. ബെൻ സ്റ്റോക്ക് 2 കളി ജയിച്ചു, ശുഭ്മാൻ ഗില്ല് 1 കളി ജയിച്ചു. അതുപോലെ തന്നെ റണ്ണൗട്ട്, ഋഷഭ് പന്തിനെ റണ്ണൗട്ട് ആക്കിയ ഒരു ഫീൽഡിങ്ങിലെ ഒരു മികവ് നോക്കിക്കേ. സൂപ്പർ ക്യാപ്റ്റൻ, ഡിസർവ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഈ വിജയം ബെൻ സ്റ്റോക്കിന്. പിന്നെ ജഷ്വാൾ കളിച്ച ഒരു ഷോട്ട്, ജഷ്വാൾ തന്നെ തലയ്ക്ക് തട്ടണം ആ ഷോട്ട്. എന്നാ ഷോട്ടാണ് ജഷ്വാളെ കളിച്ചത്? ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ജോഫാർച്ചറിനെ 6 അടിക്കാൻ പോകുന്നല്ലേ. IPL ഫ്ലാറ്റ് പിച്ചല്ല ജഷ്വാളെ. ആ ഒരു പെർഫോമൻസിന് കാഴ്ചവെക്കായിരുന്നു. 2 കളിയിൽ ഒരേ ബോളർക്ക് നീ ഔട്ടായി കൊടുക്കുന്നു. ഈഗോ ഒന്ന് മാറ്റി വെക്ക്. ഇനിയെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ നോക്ക്. ഒരു 10 റൺസ് 20 റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കളി വേറെ ആയിപ്പോയനെ. കരുൺ നായർ എത്ര ചാൻസ് വേണം? 3 ടെസ്റ്റ് കളിച്ചു. ഇതുവരെ ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ചെറിയ ക്യാമിയോ ഇന്നിങ്സുകൾ കളിക്കുന്നു, പക്ഷേ റൺസിനെ കൺവേർട്ട് ചെയ്യണ്ടേ, മത്സരം ജയിക്കണ്ടേ. നമ്പർ 3 പുജാര കൈയടക്കി വെച്ച പൊസിഷൻ, രാഹുൽ ദ്രാവിഡ് കൈയടക്കി വെച്ച പൊസിഷൻ, അവരവിടെ നിൽക്കും. അവർ 200 ബോൾ കളിക്കും, ചിലപ്പോൾ 80 റൺസ് എടുക്കത്തുള്ളായിരുന്നു. ആ റൺസിന് വാല്യൂ ഉണ്ടായിരുന്നു. കരുൺ നായർ ഇന്നലെ കളിച്ചൊരു ഷോട്ട്, ആൾറെഡി അവിടെ സ്ലോപ്പ് ഉണ്ട്. ഇൻ സ്വിങ് വരുമോ ഔട്ട് സ്വിങ് വരുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അവിടെ ബാറ്റ് മുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു LBW. ഈസി ആയിട്ട് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു. സിറാജ് എങ്ങനെ ഡിഫെൻഡ് ചെയ്തേ? ബാറ്റ് കൊണ്ടല്ലേ ഡിഫെൻഡ് ചെയ്തത്. ബുംറ എങ്ങനെ ഡിഫെൻഡ് ചെയ്തത്? ബാറ്റ് കൊണ്ടല്ലേ ഡിഫെൻഡ് ചെയ്തത്. ഒരു 40-50 റൺസ് എടുത്തിരുന്നെങ്കിൽ ഈ കളി വേറെ ആയിപ്പോനെ കരുൺ നായരെ. പിന്നെ ഈ മത്സരം തോക്കാനുള്ള ചില കാരണങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാരണങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുക. KL രാഹുലും പന്തും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ഒരു വിധത്തിലുള്ള ആയുധമില്ലായിരുന്നു ഇവരുടെ വിക്കറ്റ് എടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഫെഡപ്പായി. ഈ ഒരു വലിയ ലീഡിലോട്ട് ഇന്ത്യ പോകുമെന്ന് ഇംഗ്ലണ്ട് ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇല്ലാത്ത ഒരു റണ്ണിന് വേണ്ടി ഓടി വിക്കറ്റ് കൊണ്ട് കളഞ്ഞത്. ലഞ്ചിന് മുമ്പ് 100 എടുക്കാൻ വേണ്ടി ഇല്ലാത്ത റൺസിന് വേണ്ടി ഓടുന്നു, അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. ലഞ്ച് കഴിഞ്ഞിട്ട് ആ 100 എടുത്തുകൂടായിരുന്നു. ആ ഒരു വിക്കറ്റ് ഒരു 40-50 റൺസിൻ്റെ ലീഡ് നമുക്ക് കുറഞ്ഞു പോയി. നമുക്ക് ഈസി ആയിട്ട് ഒരു 40-50 റൺസിൻ്റെ ലീഡ് എടുക്കാമായിരുന്നു. ഈ പരാജയം വരത്തില്ലായിരുന്നു. നമ്മൾ തോക്കുന്നതാ 20 റൺസിന്. കുറഞ്ഞത് ഒരു 20 റൺസിൻ്റെ ലീഡെങ്കിലും നമുക്ക് എടുത്തുകൂടായിരുന്നു. കണ്ടോ ആ ഒരു വിക്കറ്റിൻ്റെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ഒരു വിക്കറ്റ് നിർണായകമായിരുന്നു. അതാണ് ഈ മത്സരം നമ്മൾ തോക്കാനുള്ള കാരണം. പിന്നെ ഫസ്റ്റ് ഇന്നിങ്സിൽ 376 റൺസ് എടുത്തിരിക്കുമ്പോഴാണ് രവീന്ദ്ര ജഡേജ ഔട്ടാവുന്നത്. എന്നാൽ രവീന്ദ്ര ജഡേജ ഔട്ടായിട്ട് ഇന്ത്യ ഓൾ ഔട്ട് ആവുന്നു. 387 റൺസ് എടുത്തപ്പോൾ ഇന്ത്യ ഓൾ ഔട്ടായി. കേവലം 11 റൺസ് എടുത്തപ്പോഴത്തേന് ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ ഓൾ ഔട്ടായി പോയി. 11 റൺസ് എടുത്തുള്ളൂ. രവീന്ദ്ര ജഡേജ അവിടെ ഔട്ടായി. എന്നാൽ ഒരു 11 റൺസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 387 റൺസ് എടുക്കുന്നു. നമ്മുടെ ടീം ഓൾ ഔട്ടായി പോകുന്നു. നമ്മുടെ ഭാരതത്തിന് അവിടെ പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇംഗ്ലണ്ടിലോട്ടൊന്ന് വന്നേ, അവിടെ 7 വിക്കറ്റ് പോയി. 271-7. അവിടെ സ്മിത്തും ബേഡൻ കാസും കൂടെ ചേർന്ന് 85 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ആ മത്സരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. അവർക്ക് കളിക്കാൻ പറ്റി, നമുക്ക് കളിക്കാൻ പറ്റിയില്ല. നമ്മൾ 11 റൺസ് എടുത്തു, എന്നാൽ ബേഡൻ കാസും സ്മിത്തും കൂടെ ചേർന്ന് 85 റൺസിൻ്റെ പാർട്ണർഷിപ്പ് എടുക്കുന്നു. അവിടെ തന്നെ മത്സരം പോയി. പിന്നെ ഇംഗ്ലണ്ട് എടുക്കുന്ന സ്കോർ 387-10. എത്രയോ ദൂരം പോയി. ഒരു 310-320 റൺസിലോ അവരെ നമുക്ക് ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞേനെ. ഈ മത്സരം നമ്മുടെ കയ്യിലിരുന്നേനെ. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ സ്മിത്തിൻ്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു. 5 റൺസ് എടുത്തിരിക്കുമ്പോഴാണ് സ്മിത്തിൻ്റെ ക്യാച്ച് കൊണ്ട് കളഞ്ഞത്. എന്നാൽ സ്മിത്ത് പിന്നെ 50 റൺസ് എടുക്കുന്നു. അതേ ഫസ്റ്റ് ഇന്നിങ്സിൽ ഓലിപോപ്പിൻ്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു. ഓലിപോപ്പ് വരുന്നു, ഫസ്റ്റ് ബോളിൽ ഓലിപോപ്പ് ഒരു ചാൻസ് കൊടുക്കുന്നു. ആ ക്യാച്ച് നമ്മൾ കൊണ്ട് കളയുന്നു. ഓലിപോപ്പ് എടുക്കുന്നു 40+ റൺ. എപ്പോൾ നമ്മൾ ക്യാച്ച് പിടിക്കാൻ കഴിയും? ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ തോറ്റു, ക്യാച്ച് കൊണ്ട് കളഞ്ഞു. ഈ ടെസ്റ്റിൽ നമ്മൾ കൊണ്ട് കളഞ്ഞത് 4 ക്യാച്ചാണ്. പിന്നെ ഇന്നലെ ഡേ അവസാനിക്കുന്നതിന് മുമ്പേ ആകാശ് ദീപിന് സ്ട്രൈക്ക് കൊടുക്കുന്നു KL രാഹുൽ. രവിശാസ്ത്രി പോലും ചോദിച്ചു പോയി, ആകാശ് ദീപിന് സ്ട്രൈക്ക് കൊടുക്കാനല്ല കൊണ്ടുവന്നത്, അവിടെ ഡെമ്മിയായിട്ട് നിർത്താനാണ് കൊണ്ടുവന്നത്. KL രാഹുൽ ഫസ്റ്റ് ബോൾ സിംഗിൾ എടുക്കുക ബെൻ സ്റ്റോക്കിൻ്റെ. ആകാശ് ദീപിനെ കൊണ്ടുവന്ന് ആ പുലിമടയിലോട്ടിട്ട്. എന്നാ സംഭവിച്ചത്? ആകാശ് ദീപ് ആ ദിവസം തന്നെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു.
ഇന്ന് നമുക്ക് ഒരു വിക്കറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ. ആകാശ്ദീപ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ദാൻ സിറാജ്, ബെറ്റർ ദാൻ ബുംറയാണ്. സിക്സൊക്കെ അടിക്കാൻ കഴിവുള്ള ഒരു ബാറ്ററാണ്. ചിലപ്പോൾ ഈ സ്കോറിനെ അതിവേഗത്തിൽ മാറ്റാൻ ആകാശ്ദീപിന് കഴിഞ്ഞേനെ. രാഹുൽ എനിക്കറിയില്ല എന്തിനാണ് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്, എന്തിനാണ് അവിടെ സിംഗിൾ എടുത്തത്. അവസാനത്തെ ഓവറാണ്, കളി അവസാനിക്കാൻ പോകുന്ന ഓവറാണ്. അവിടെ ആ തീരുമാനം എനിക്ക് തോന്നുന്നു അത് ഇന്ത്യക്ക് ദോഷം ചെയ്തു ഇന്ന് കണ്ടില്ല, നമ്മൾ 20 റൺസിന് തോറ്റു. പിന്നെ ഇന്ത്യ രണ്ടാമത്തെ ഇന്നിങ്സിൽ എക്സ്ട്രാ കൊണ്ട് കൊടുക്കുന്ന 31 റൺസാണ്. നമ്മുടെ ടീം എക്സ്ട്രാ ആയിട്ട് കൊണ്ട് കൊടുക്കുന്ന 31 റൺസ് നമ്മൾ പരാജയപ്പെടുന്ന 22 റൺസിനാണ്. സോ ഇങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ ആവർത്തിച്ചു കേട്ടോ. മൂന്നാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ എവിടെയാണ് പുറകെ നിന്നത്? നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ കാണിച്ചു. ആ മിസ്റ്റേക്കിന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. 193 ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എടുക്കാൻ കഴിയുന്ന ഒരു സ്കോറായിരുന്നു. 20 വരെ നമ്മുടെ ടെയിലിന് ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, സിറാജിനും ബുംറയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും ഇത്രയും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെ, നമുക്ക് ജയിക്കാൻ കഴിഞ്ഞേനെ. നമ്മൾ കൊണ്ട് കൊടുത്തു GG സാർ. ഓവറോൾ നോക്കുവാണെങ്കിൽ ശുഭൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ഞാൻ അംഗീകരിക്കുന്നു, സൂപ്പർ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷേ പ്രഷർ സാഹചര്യത്തിൽ കളിക്ക്. വിരാട് കോഹ്ലി കിങ് എന്ന് വിളി കേട്ടത് പ്രഷർ സാഹചര്യത്തിൽ കളിച്ചിട്ടാണ്. അതേ ഒരു പ്രഷർ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ ശുഭൻ ഗില്ലിന് കഴിയട്ടെ. അടുത്ത ടെസ്റ്റിൽ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ കഴിയട്ടെ, വിജയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ടീമിനെ.